വെൽക്കം ടു സിനിമ കട ബൈ ലിവിംഗ് കേരള. ബെത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടോ? എൻ്റെ മോനെ പറയുവാണെങ്കിൽ സൂപ്പർ ഒരു പടം എന്ന് വെച്ചാൽ സൂപ്പർ ഒരു ഫീൽ ഗുഡ് പടം. അതായത് ഫാമിലീസിനെല്ലാം പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല മൊമെൻറ്റ്സും ഉള്ള ഒരു വളരെ നല്ല മനോഹരമായൊരു പടം. ഇത് കുടുംബ പ്രേക്ഷകർ നന്നായിട്ട് ഈ സിനിമ കയറും തീർച്ചയായിട്ടും. ഓക്കെ, എനിക്കും പടം ഇഷ്ടപ്പെട്ടു. സ്ഥിരമായിട്ടുള്ള കഥകളൊക്കെ ഒരുപാട് സാമ്യം ഉണ്ടെങ്കിൽ പോലും ആഗീരണത്തിലാണ് സിനിമയുടെ വിചാരിക്കുന്നത്. കൃത്യമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പടം ഓണം തൂക്കുമോ? ഇതിനകത്ത് അതാ പറയാം, ഫാമിലി എല്ലാ ഓണത്തിനും ഒരു ഫാമിലി എൻ്റർടൈനർ ഉണ്ടാവുക എന്ന് പറയുന്നൊരു സാഹചര്യം മലയാള സിനിമയിലില്ലേ. അപ്പോൾ അങ്ങനെ വരുന്നൊരു കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇത് ആ രീതി നിവിൻ പോളി, മമിത ഇവരൊക്കെ വന്നിട്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കുറേ ക്യാരക്ടേഴ്സ്, അതും വളരെ മനോഹരമായിട്ട് തമാശകളൊക്കെ നിറഞ്ഞ് ഉള്ള ഒരു സിനിമ. അത് ഈ രീതിയിൽ സിനിമ ഓണം തൂക്കുമെന്ന് ചോദിച്ചാൽ തൂക്കാൻ പറ്റുന്ന ഒരു പടം. എങ്ങനെ റിലേറ്റ് ചെയ്തു പടം? സിനിമ എങ്ങനെ റിലേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. പ്രണയമാണല്ലോ, പ്രണയിക്കാത്തവരാരും ഇല്ലല്ലോ. ഞാനും പ്രണയിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രണയിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ പ്രണയത്തിന്റെ പ്രശ്നം ഇതിനകത്ത് നിവിൻ പോളി പ്രണയം 1.5 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അയർലൻഡാ അല്ലയോടാ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അത് പറയല്ലേ കുഴപ്പമില്ല. അപ്പം നിനക്ക് പ്രണയം ഉണ്ടായിരുന്നതായിരിക്കുമല്ലോ. ഉണ്ടല്ലോ, എനിക്ക് ഉണ്ടായിരുന്നല്ലോ. എടാ, ഞാൻ കല്യാണം കഴിച്ചൊരു മനുഷ്യനല്ലോ. ഇപ്പം നിന്നെ ഭാര്യ പ്രണയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതിനെ കുറിച്ച് പറ. അപ്പം അല്ല, അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. പ്രണയം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേ കുറച്ച് എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന പോലെയൊക്കെ ചില സമയങ്ങളിൽ തോന്നും. അത് നമ്മുടെ ജീവിത വ്യഗ്രതയിൽ പെട്ടുപോകുന്ന ഒരു കാര്യമാണ്, തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെയല്ല. ഓക്കെ, എന്നാൽ ഒരിക്കൽ കൂടി ആ പ്രണയമൊക്കെ ഒന്ന് വീണ്ടെടുത്ത് നല്ല രീതിയിൽ. ഇപ്പൊ എനിക്ക് ഇന്ന് തോന്നിയൊരു കാര്യം, ഈ സിനിമ കണ്ട് അതിനകത്ത് ലാസ്റ്റ് ഇവർ മഴയത്താണ് കാറിനകത്ത് കയറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഒരു മഴയത്ത് അവളൊക്കെ, അതായത് എൻ്റെ ഭാര്യയായിട്ട് ഒരു ഡ്രൈവൊക്കെ പോകാൻ തോന്നുന്നു. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം വെച്ചാൽ സിനിമ റിലേറ്റബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പറയാം അതിനെക്കുറിച്ച്, പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. നിവിൻ പോളിനെ കുറിച്ച് പറ. നിവിൻ പോളി ഇതിനകത്ത് വളരെ ഒരു എന്താണ് പറയണ്ടത്, വളരെ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നു. പുള്ളിയുടെ ഒരു കുസൃതിയുള്ള നോട്ടവും ആ ചിരിയും ആ ഒരു നിവിൻ പോളിയുടെ കംബാക്ക് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലുപരി ഓൾറെഡി കംബാക്ക് കഴിഞ്ഞു പുള്ളിയുടെ സിനിമ. തീർച്ചയായിട്ടും ഇതൊരു നിവിൻ പോളിയുടെ കംബാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് നിവിൻ പോളി എന്താണ് നന്നായിട്ട് മനോഹരമായിട്ട് സേഫ് സോൺ, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ കൃത്യമായിട്ടുള്ള സോണിൽ നിന്നുള്ള സിനിമ. കൃത്യമായിട്ട് എന്താ പറയുന്നത്, ആ ഒരു കള്ളച്ചിരിയും നമുക്ക് ഇഷ്ടപ്പെടുന്ന, ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് ഇഷ്ടപ്പെടുന്ന നിവിനെ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നിവിനെ ഏത് രീതിയിലാണ്, നമ്മൾ തൊട്ട വീട്ടിൽ അറിയാവുന്ന ഒരു ചേട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള ഒരാള്, നമുക്ക് അറിയാവുന്ന ഏതോ ഒരു മനുഷ്യൻ, ആ രീതിയിലാണ് നമുക്ക് നിവിൻ പോളിനെ എപ്പോഴും കാണാൻ ആഗ്രഹമുള്ളത്. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെയാണ്. അതായത് ജസ്റ്റിൻ എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ അയൽവക്കത്തുള്ള ഒരാൾ, ആ രീതിയിൽ കൃത്യമായിട്ട് ചേട്ടനൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഏകദേശം സെയിം പ്രായമൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഫൈൻ, സോറി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിവിൻ പോളിയുടെ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, പുള്ളിയുടെ കൃത്യമായിട്ടുള്ളൊരു സോണാണിത്. ആ സോണിൽ നിന്നുള്ള സിനിമയാണ്. മമിത ബൈജു, ആദ്യമേ ഞാൻ പറയാം മമിതനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു മമിതയുടെ ആദ്യത്തെ സിനിമ ഞാൻ കാണുന്ന ഷോർട്ട് ഫിലിമാണ് കളർപ്പടം. യൂട്യൂബിലുണ്ട്. അന്ന് തന്നെ മമിതനെ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ല, സിനിമ ആസ്വാദനം എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. പക്ഷേ അവിടുന്ന് മമിത ബൈജു എന്ന് പറയുന്ന ഒരു ആക്ട്രസിൻ്റെ വളർച്ച ഇന്ന് എന്താ പറയുന്നത്, വിജയുടെ കൂടെ സിനിമ കഴിഞ്ഞു, സൂര്യയുടെ കൂടെ സിനിമ കഴിഞ്ഞു, 1 മാസത്തിനുള്ളിൽ ഇപ്പോൾ വീണ്ടും പഴയ ടീമിലൂടെ തിരിച്ചു വന്നേക്കുന്നു. നിനക്കെന്താ തോന്നുന്നു? മമിതനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഏതൊരു പെങ്കൊച്ച് തൊട്ടടുത്തുള്ള ആ രീതിയിൽ തന്നെയാണ് ഇതെല്ലാ ക്യാരക്ടേഴ്സിനെയും ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. നമുക്ക് അറിയാവുന്ന ഒരു പെങ്കൊച്ചാണ്, അറിയാവുന്ന ഒരു എന്താണ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ബ്രദറാണ്, അല്ലെങ്കിൽ ഒരു ചേട്ടനാണ് എന്നുള്ള രീതിയിലുള്ളതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ മമിതയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എൻറ്റയർലി 360 ടേൺ ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഇതിനകത്ത് പറയാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ഈ സിനിമയിൽ വിശ്വനാഥൻ ആൻഡ് സൺസിനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി ലൈനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ് കേട്ടോ. പക്ഷെ മമിതയുടെ ക്യാരക്ടേഴ്സ് ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞാൽ മമിതയുടെ ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് അതെല്ലാം മാറ്റി വെച്ച് ഒരു ഡിഫറെന്റ് മമതയുണ്ട്. അത് സാധാരണ ഈ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഈ കാര്യത്തില് പുള്ളിക്കാരി നല്ല അടക്കോ ഒതുക്കമായിട്ട് എന്ന് വെച്ചാൽ നല്ല കൈയടക്കത്തോടെ അവതരിപ്പിച്ചു. അതാണ് ഞാൻ പറയുന്നത്. കൈയടക്കം ഞാൻ പറയുന്ന വാക്കുകളിലല്ല, കൈയടക്കത്തോടെ ഈ ഒരു ക്യാരക്ടറിന്
ഇതിനകത്തുള്ള ആ ക്യാരക്ടറിനെ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം മറ്റുള്ള സിനിമകളിൽ കുറച്ച് അടിച്ചുപൊള്ളി അല്ലെങ്കിൽ മോഡേൺ ക്യൂട്ട്നെസ് ഒക്കെ മാറിയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് ജോളി ടൈപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ടിപ്പിക്കൽ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുച്ച്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മുണ്ടൊക്കെ അവിടെ കണ്ടല്ലേ പുള്ളിക്കാരുടെ നേറ്റീവായിട്ട് കൊടുത്തിരിക്കുന്ന ആ ക്യാരക്ടറിന്റെ സാധാരണ അവിടെയുള്ള ആ ഭാഗത്തുള്ള പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ബോൾഡ്നെസ് ഉണ്ട് ക്യാരക്ടറിന്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു എന്താ ഞാൻ എങ്ങനെ പറയുന്നത്, നിന്റെ ഭാഷയിൽ എന്ത് പറയാൻ, ഒരു സാധാരണ പെൺകുട്ടി. ഇനി ഗിരീഷ് ഏടി എന്ന് പറയുന്ന പുള്ളിയുടെ ടീമുണ്ട്, അല്ലെങ്കിൽ ഗിരീഷ് ഏടി എന്ന് പറഞ്ഞ ഡയറക്ടർ. ഈ ഡയറക്ടറിനെ ആ ടീമിൽ പാട്ടും സംഗീതവും രചിച്ചിട്ടുണ്ടോ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു സിമിലാരിറ്റി ഗിരീഷ് ഏടിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് ഗിരീഷ് ഏടിയുടെ അല്ലെങ്കിൽ ആ ടീമിനെ കുറിച്ച് എപ്പോഴും തോന്നുന്നൊരു കാര്യം, പണ്ടത്തെ ഒരു സത്യനന്ദിക്കാടിൻ്റെ ഒരു ടീം അല്ലെങ്കിൽ സത്യനന്ദിക്കാട് എന്താ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റോറിനെ എടുത്തിട്ട് കഥ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. നമുക്ക് ചുറ്റുവട്ടത്തുള്ള കഥകൾ, ഇപ്പൊ ശ്രീനിവാസനൊക്കെ എഴുതിയിരിക്കുന്ന കഥകൾ പോലെ ക്യാരക്ടേഴ്സിനെ പോലെയുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്യും. അതെ, പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു സംഭവം നെഗറ്റീവ് അല്ല, കഥകളൊക്കെയും സെയിം ആണ്. പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോഴും ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആഖ്യാനത്തിലാണ് കാര്യം ചെയ്യുന്നത്, അത് കൃത്യമായിട്ടുണ്ട്. പക്ഷെ പ്രേമലു ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് സൂപ്പർ ശരണ്യ, ഈ കഥകളൊക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ സിമിലാരിറ്റി ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഹിറ്റ് സിനിമകളുടെ റെഫറൻസ് കാന്താര, അപ്പം സൂപ്പർ ശരണ്യക്ക് അതൊന്നും തോന്നുന്നു മറ്റേ ഏതായിരുന്നു അർജുൻ റെഡ്ഡിയുടെ വിജയ് ദേവകര കൊണ്ട ആ പുള്ളിയുടെ ആ ഒരു ഇത് പറഞ്ഞു മറ്റേ അജിത്തേട്ടൻ തോന്നുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ റെഫറൻസും കാര്യങ്ങളും പിന്നെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്, അത് പിടിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. പക്ഷെ എനിക്ക് ടോട്ടലി സിനിമ ഇഷ്ടപ്പെട്ടു. അല്ല, ഈ ടോട്ടലി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ പോയി കാണണം. ഈ ഒരു ആ രീതി തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ് അത് വീട്ടിലിരുന്ന് OTT-ലോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ആ രീതിയിൽ കിട്ടാൻ പറ്റുന്ന ഒരു ഫീൽ കിട്ടും. അവിടെ എനിക്ക് പറയാനുണ്ട്, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. ഈ ചില സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം, എന്നാൽ ആ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതിനുശേഷം ഈ OTT വന്നതിന് ശേഷം ഇത് കണ്ടിട്ട് ബോറാണെന്ന് പറയുന്നവരോടാണ് ഇത് ഞാൻ പറയുന്നത്. പല സിനിമകളും ഇതിന് മുമ്പ് വാഴയായാലും വാഴ 2 ആയാലും നിങ്ങൾ തിയേറ്ററിൽ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് OTT കിട്ടില്ല. അല്ല, നമ്മളിത് രണ്ടും കാണാറുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ നമ്മൾ OTT വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കാണും. പക്ഷെ ആ സമയത്തും ചിലപ്പോൾ ട്രോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇത് അങ്ങനെ അത് ഞാൻ സമ്മതിക്കുന്നത്. ഇതിനകത്ത് ട്രോളാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ, അതിനുള്ള കാരണം ഞാൻ പറയുന്നത്, അതായത് ഈ സിനിമ ട്രോള് കിട്ടേണ്ട സിനിമയല്ല. പക്ഷെ ചില സമയങ്ങളിൽ ഈ ചില ആൾക്കാർ തിയേറ്ററിൽ കാണാതെ ഫോണിൽ കാണുമ്പം അവർക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാവുന്നുണ്ട്. എന്നിട്ട് പല പ്രാവശ്യമായിട്ട് കാണുമ്പം ഇത് മടുപ്പ് ഉണ്ടാക്കും. അതിനുള്ള ചാൻസസ് ഉണ്ട്. അത് നെഗറ്റീവ് അല്ല കേട്ടോ. അല്ല, അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതാ ഞാൻ പറഞ്ഞേ, OTT കണ്ടാൽ പോലും ഇതിനൊരു ട്രോള് കിട്ടാൻ പറ്റുന്ന ഒരു സാധനം ഇതിനകത്തില്ല. അങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് ഒരൊറ്റ കോമഡി മാത്രം, ഒരു ബസ്സിലാണോ ട്രെയിനിലാണോ ഉള്ള ഒരു ചെറിയൊരു കോമഡി മാത്രമാണ്. ഇതിൻ്റെ അകത്ത് കോമഡീസ് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ചിരിക്കാൻ പറ്റുന്നു അല്ലേ? ഒരു ഫീൽ ഗുഡ് പറയുന്നതിന്റെ കാരണം നമുക്ക് ചിരിക്കാന്നുള്ളതല്ല, പക്ഷെ നമുക്ക് ഒരു തമാശ ആയപ്പോലും ഫീൽ ഗുഡ് ആദ്യ അവസാനം നമ്മുടെ മുഖത്ത് ചിരിയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അതിന്റെ വിജയം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിന് പ്രാധാന്യം ഇല്ലായ്മ എന്നൊന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് പതിയും ഇല്ലേ? ഇതിനകത്ത് നിവിൻപോളി അല്ലെങ്കിൽ മമിത എന്ന് പറഞ്ഞ സെൻട്രൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലല്ല. പിന്നെ അതിനകത്ത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്കൊരു വേറൊരു കാര്യം പറയുന്നത്, മുമ്പേ പറഞ്ഞാണ് ഫിലിംസിന്റെ റെഫറൻസുകളുടെ കാര്യം. ഇതിനകത്ത് കാന്താര റെഫറൻസ് കൊടുക്കുന്നുണ്ട്. ചാക്യാരൻ സിനിമയിൽ പോയി തിയേറ്ററിൽ പോയ ആൾക്കാർ കാണട്ടെ. ഈ ചാക്യാർ റെഫറൻസ് എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പുള്ളിക്ക് അങ്ങനെ ഒരു കാര്യം. പക്ഷെ ഈ കാന്താര വരുമ്പോൾ സാധാരണ മറ്റേ അർജുൻ റെഡ്ഡിയുടെ ഒക്കെ സിനിമ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ട് എടുത്തു വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, ആ ഒരു പടത്തിന് റെസ്പെക്ട് കൊടുക്കുന്ന ആ ഒരു എലവേഷൻ ടൈം ഉണ്ട്. അപ്പം നമ്മൾ എലവേഷൻ ടൈമിൽ ആ ക്യാരക്ടറിനായാൽ പോലും ആ ഒരു ഇത് നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം കാന്താര ഒരു കുറ്റം പറയാനുള്ള അല്ലെങ്കിൽ ഒരു പണിയാക്കാനുള്ള മൂവി അല്ല എന്നുള്ളത് സംവിധായകന് കൃത്യമായൊരു തോന്നലുണ്ടായിരുന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമ മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണുക. അപ്പോൾ നീ ഒന്നും കൂടെ ഭാര്യയെ നന്നായിട്ട് പ്രണയിക്കാൻ തുടങ്ങും. അതുപോലെ നീ കാത്തിരുന്ന് പ്രണയിച്ച് കഴിയുമ്പോൾ ഇപ്പം വരുമില്ല എന്നുള്ളത് നമുക്കറിയാം. അത് വേറൊരു കാര്യം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഭാര്യയോ ഭർത്താവിനെയോ കുടുംബപരമായി പോയി കാണുക. ഒപ്പം കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ പാർട്ട്ണറേയും കൂട്ടി പോയി കാണാൻ ശ്രമിക്കും. ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. കഥ ഇറക്കുന്നില്ല, എല്ലാവരും പോയി കാണുക അല്ലേ? സൈനിങ് ഓഫ്. ബൈ, സീ യു.